എല്ലാവർക്കും സ്വാഗതം. പയസ്റ്റൻഡ് ITCയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക്. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രീഷ്യൻ ഫസ്റ്റ് ഇയറിലെ കെമിക്കൽ എഫക്റ്റ് ഓഫ് കറണ്ട് എന്നുള്ള ഭാഗമാണ് പഠിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞുതരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ എഫക്റ്റ് ഓഫ് എ കറണ്ട്, കെമിക്കലിൻ്റെ എഫക്റ്റിൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ എഫക്റ്റ് ഓഫ് എ ഇലക്ട്രിക് കറണ്ട് കണ്ടുപിടിച്ചത് 1934 മൈക്കിൾ ഫാരഡെയാണ്. അതായത് 1934 മൈക്കിൾ ഫാരഡെയാണ് കെമിക്കൽ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് കണ്ടുപിടിച്ചത്. മൈക്കിൾ ഫാരഡെയുടെ നിരീക്ഷണത്തിൽ ചില വസ്തുക്കളിൽ, അതായത് ആസിഡ് ബേസസ്, സോൾട്ട് സൊല്യൂഷനായ സോഡിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ് എന്നിവയിലൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നു എന്നതാണ് മൈക്കിൾ ഫാരഡെ കണ്ടുപിടിച്ചത്. ഈ സൊല്യൂഷനിൽ പ്രസന്റ് ആയിരിക്കുന്ന നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് അയൺസ് ഇലക്ട്രിക് കറണ്ട് കടത്തിവിടുന്നു. അതായത് ഈ സൊല്യൂഷനിൽ, ഈ കണ്ടുപിടിച്ച ഈ സൊല്യൂഷനിൽ ഇലക്ട്രിക് കറണ്ട് കടത്തിവിടുന്നു. അപ്പോൾ ഇതിനകത്ത് കടത്തിവിടും ഈ സൊല്യൂഷനിൽ പ്രസന്റ് ആയിരിക്കുന്ന നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് അയോൺസ്. അതായത് നെഗറ്റീവും പോസിറ്റീവും നമുക്കറിയാമല്ലോ. ഇപ്പം നമ്മൾക്കൊരു ബാറ്ററി ഉണ്ടെങ്കിൽ അതിന് 2 ലീഡ് ഉണ്ടാവും, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും. അതുകൂട്ട് തന്നെ ഇതിനകത്ത് ആയിരിക്കുന്നത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് അയോൺസ് ഇലക്ട്രിക്കൽ കറണ്ട് കടത്തിവിടുന്നു. ഈ പ്രക്രിയയാണ് ഈ ഫാരഡേസ് ലോ പ്രകാരം ഈ പ്രക്രിയ വഴി ഉണ്ടാകുന്നതിനെയാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബാറ്ററിയിൽ നടക്കുന്ന പ്രക്രിയ, അതാണ് ഈ കെമിക്കൽ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൽ നടക്കുന്നത്. അതാണ് ഇതിൻ്റെ ബാറ്ററിയിൽ നടക്കുന്നത്. അല്ലാതെ വലിയ സംഭവമൊന്നുമില്ല ഇതിനകത്ത്, ബാറ്ററിയിൽ നടക്കുന്ന കാര്യം. പിന്നെ അതിൻ്റെ അടുത്ത ഇതായിട്ട് വരുന്നത്, അതിൻ്റെ ഇവിടെ ആ കെമിക്കൽ എഫക്റ്റ് ഓഫ് കറണ്ടിൻ്റെ ഇവിടെ ആ ഇൻട്രൊഡക്ഷൻ ഞാനൊന്ന് പറഞ്ഞു തരാം. ദി കെമിക്കൽ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് വാസ് ഡിസ്കവേർഡ് ബൈ മൈക്കിൾ ഫാരഡെ ഇൻ 1934 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1934 ആണ് ദി കെമിക്കൽ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഡിസ്കവേർഡ് ചെയ്തത് മൈക്കിൾ ഫാരഡെയാണ്. ചിലപ്പോൾ അത് നമുക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ അത് ചോദിക്കാം. അതുകൊണ്ട് ഞാനൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് തരികയാണ്. പിന്നെ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോലൈറ്റ്. എന്താണ് ഇലക്ട്രോലൈറ്റ്? ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ ഇലക്ട്രോലൈറ്റ് ഈസ് കെമിക്കൽ ഇൻ വിച്ച് ആറ്റംസ് ആർ നോർമലി ക്ലോസ്ലി ബോണ്ടഡ് ടുഗദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോലൈറ്റ്സ് ആർ കെമിക്കൽ. ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു കെമിക്കലാണ്. ഇതിൽ ആറ്റംസ് നോർമലി ബോണ്ടഡ് ടുഗദർ, അതായത് ഇതിനകത്ത് ആറ്റംസ് എന്ന് പറയുന്നത് ബോണ്ടഡ് ആയിരിക്കും. എന്നാൽ ഇത് വാട്ടറിൽ ഡിസോൾവ് ആകുമ്പോൾ ഇതിൻ്റെ മോളിക്യൂൾസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസായി സ്പ്ലിറ്റ് ചെയ്യുന്നു. അതായത് ഇത് വാട്ടറുമായിട്ട് ഡിസോൾവ് ചെയ്യുമ്പോഴത്തേക്കിനും ഇതിൻ്റെ മോളിക്യൂൾസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അങ്ങനെ 2 ഇതായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പോസിറ്റീവ് ചാർജ്ഡ് അയോൺസിനെ കാറ്റയോൺസ് എന്നും, അതായത് പോസിറ്റീവ് ചാർജ് ഉള്ളതിനെ കാറ്റയോൺസ് എന്നും, നെഗറ്റീവ് ചാർജ് അയോൺസിനെ ആനയോൺസ് എന്നും പറയുന്നു. അങ്ങനെ 2ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. കാറ്റയോൺസും ആനയോൺസും ആയിട്ട് 2ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് വളരെ ഫ്രീ ആയ സൊല്യൂഷനിലൂടെ ചലിക്കുന്നു. കാറ്റയോൺസും ആനയോൺസും വളരെ ഫ്രീ ആയ സൊല്യൂഷനിലൂടെ ചലിക്കുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ഇലക്ട്രോലൈറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ലിക്വിഡ് ആണ്. ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ലിക്വിഡാണ്. ഇതിലെ ഇലക്ട്രിക് കറണ്ട്
ഡ്രിഫ്റ്റിംഗ് ഓഫ് ആറ്റം മൂലം പാസ് ചെയ്യുന്നു. സിൽവർ നൈട്രേറ്റ്, സോഡിയം ക്ലോറൈഡ് പോലുള്ള സോൾട്ടുകൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നു. ഇതിൻ്റെ അയോണിക് ഡിസോസിയേഷൻ താഴെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. അതാണ് താഴെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ ഒരു ആറ്റം അഥവാ ഗ്രൂപ്പ് ഓഫ് ആറ്റം പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചാർജസും ആയി ഒട്ടിച്ചേർന്ന് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസായി മാറുന്നു. അപ്പോൾ എന്താണ് ആറ്റം? അതായത് ഒരു ആറ്റം അഥവാ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ്, ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റം പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചാർജസ് ആയി ഒട്ടിച്ചേർന്ന് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസായി മാറുന്നു. ഒട്ടിച്ചേർന്ന് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസായി മാറുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ ഇലക്ട്രോലൈസിസിനെ 3 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഈ ഇലക്ട്രോലൈസിസ് എന്ന് പറയുന്നതിനെ 3 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിലെ ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അയോണൈസ് ആയി സ്ട്രോങ് ആസിഡോ സ്ട്രോങ് ആൽക്കലൈൻ്റെയോ അതിൻ്റെ അക്യൂസ് സൊല്യൂഷൻ്റെയോ കോമ്പൗണ്ട് ആകുന്നു. ഇതിനെയാണ് സ്ട്രോങ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്ട്രോങ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്? ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അയോണൈസ് ആയി സ്ട്രോങ് ആസിഡോ സ്ട്രോങ് ആൽക്കലൈൻസിൻ്റെയോ അതിൻ്റെ അക്യൂസ് സൊല്യൂഷൻ്റെയോ കോമ്പൗണ്ട്സ് ആകുന്നു. ഇതിനെയാണ് സ്ട്രോങ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അതാണ് സ്ട്രോങ് ഇലക്ട്രിസിറ്റി. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇതിൻ്റെ കുറച്ച് എക്സാമ്പിളുകളാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ആസിഡ് ഉണ്ട്, പിന്നെ ആൽക്കലൈസ് ഉണ്ട്, പിന്നെ അയോണിക് സോൾട്ട് ഉണ്ട്, സോഡിയം ഹൈഡ്രോക്ലോറൈഡ് ഉണ്ട്, ലെഡ് ബ്രോമൈഡ് ഉണ്ട്. അങ്ങനെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞുതരാം. അതിൽ ആദ്യമായിട്ട് ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഇത് അക്യൂസ് സൊല്യൂഷൻ ഓഫ് സൾഫ്യൂറിക് ആസിഡ്, ഹൈഡ്രോളിക് ആസിഡ്. അതായത് ആസിഡിൽ വരുന്ന ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ എക്സാമ്പിളിൽ ആസിഡിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദി അക്യൂസ് സൊല്യൂഷൻ ഓഫ് സൾഫ്യൂറിക് ആസിഡ് നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സൾഫ്യൂറിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ അത് വരുന്നത് ആൽക്കലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അക്യൂസ് സൊല്യൂഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അതുകൊണ്ട് തന്നെ വേറെ ആൽക്കലൈസിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അക്യൂസ് സൊല്യൂഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അങ്ങനെ 2 വരുന്നത്. മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയോണിക് സോൾട്ട്, സോഡിയം ഹൈഡ്രോക്ലോറൈഡ്, ലെഡ് ബ്രോമൈഡ്. അങ്ങനെ 4 വരുന്നത്. അയോണിക് സോൾട്ട്, സോഡിയം ഹൈഡ്രോക്ലോറൈഡ്, ലെഡ് ബ്രോമൈഡ്, അങ്ങനെ 3 വരുന്നത്. അതാണ് ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആണ്. എന്താണ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ്? അത് നമുക്ക് നോക്കാം. ഇത് ഇലക്ട്രോലൈറ്റ്സ് which very little and form weak alkalis and weak acids and their aqueous solution are called weak electrolytes എന്നാണ് പറയുന്നത്. വീക്ക് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. The electrolytes which ionize
വെരി ലിറ്റിൽ, അതായത് കുറച്ച്, വെരി ലിറ്റിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് അതിനകത്ത് ഉണ്ട് എന്നുള്ള രീതിയിൽ, ആൻഡ് ഫോം വീക്ക് ആൽക്കലൈൻസ് ആൻഡ് വീക്ക് ആസിഡ്, അതായത് വീക്ക് ആസിഡും ആൽക്കലൈസും ആൻഡ് ദെയർ അക്യൂസ് സൊല്യൂഷനിൽ അക്യൂസ് സൊല്യൂഷൻ ആർ കോൾഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും അടങ്ങിയതാണ് ഇതിൻ്റെ എന്തുവാ വീക്ക് ഇലക്ട്രോലൈസസ് എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡ്സ് ഉണ്ട്, പിന്നെ ഇത് ആസിഡ്സ് ആണ്. അതിൻ്റെ ആസിഡ്സിൽ വരുന്നത് ഇത് അക്യൂസ് സൊല്യൂഷൻ ഓഫ് എന്താണ്, കാർബോണിക് ആസിഡ്, സൾഫ്യൂറിക് ആസിഡ്, പിന്നെ നൈട്രസ് ആസിഡ് എന്നിങ്ങനെയാണ് ആ ആസിഡിൽ വരുന്നത്. അതാണ് അതിൻ്റെ എക്സാമ്പിൾ. അത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ദി അക്യൂസ് സൊല്യൂഷൻ ഓഫ് കാർബോണിക് ആസിഡ്, സൾഫ്യൂറിക് ആസിഡ്, നൈട്രസ് ആസിഡ് എന്നിങ്ങനെയാണ് അതിൻ്റെ എക്സാമ്പിൾ തന്നിരിക്കുന്നത്. അതാണ് വീക്ക് ഇലക്ട്രോലൈസിൻ്റെ എക്സാമ്പിൾ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ആൽക്കലൈസ്. എന്താണ് ആൽക്കലൈസ്? അതായത് ഇപ്പം നമ്മൾ കണ്ടതിൽ ആദ്യത്തെ ഒരു പാർട്ട് ആൽക്കലൈസ്. എന്താണ് ആൽക്കലൈസ്? ദ അക്യൂസ് സൊല്യൂഷൻ ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ്, മാംഗനീസം ഹൈഡ്രോക്സൈഡ് ആൻഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അതാണ് ഈ ആൽക്കലൈസിൽ അടങ്ങിയിരിക്കുന്നത്. എന്തൊക്കെയാണ്? ദ അക്യൂസ് സൊല്യൂഷൻ ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ്, മാംഗനീസം ഹൈഡ്രോക്സൈഡ് ആൻഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്നിവയാണ് ഈ ആൽക്കലൈസിൽ അടങ്ങിയിരിക്കുന്നത്. പിന്നെ അടുത്തത് വരുന്നത് അയോണിക് സാൾട്ട്. അയോണിക് സാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം ഹൈഡ്രജൻ, അതായത് അയോണിക് സോൾട്ടിൽ വരുന്നത് സോഡിയം ഹൈഡ്രജൻ, കാർബണേറ്റ് പൊട്ടാസ്യം, കാർബണേറ്റ് സോഡിയം അസറ്റിലേറ്റ് എന്നിങ്ങനെ എത്രണ്ണമാണ് വരുന്നത്? സോഡിയം ഹൈഡ്രജൻ, കാർബണേറ്റ് പൊട്ടാസ്യം, കാർബണേറ്റ് സോഡിയം അസറ്റിലേറ്റ് എന്നിങ്ങനെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. അതാണ് അയോണൈസ് സാൾട്ട് എന്ന് പറയുന്നത്. അടുത്തത് മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഇലക്ട്രോലൈസ്. അതായത് നോൺ ഇലക്ട്രോലൈസ് ആയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോൺ ഇലക്ട്രോലൈസിൽ വരുന്നത് ദ ഇലക്ട്രോലൈറ്റ്സ് വിച്ച്, അതായത് നോൺ ഇലക്ട്രോലൈസിൽ വരുന്നത് ഇലക്ട്രോലൈറ്റ്സ് വിച്ച് ഡു നോട്ട് അയോണൈസ്, ജനറലി കോവലന്റ് കോമ്പണൻസ്, നോൺ ഇലക്ട്രോലൈറ്റ്സ്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇലക്ട്രോലൈറ്റ്സ് വിച്ച് ഡു നോട്ട് നോയ്സ് ആൻഡ് ജനറലി കോവലന്റ് കോമ്പണൻസ്. അതായത് കോവലന്റ് കോമ്പൗണ്ട്സിനെയാണ് നോൺ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ ഇതിൽ അയോൺസ് ഇല്ലാത്തതിനാൽ ഇലക്ട്രിക് കറന്റ് എന്ത് ചെയ്യുന്നു? കണ്ടക്ട് ചെയ്യുന്നില്ല. അതായത് ഇതിൽ അയൺസ് ഇല്ലാത്തതിനാൽ ഇലക്ട്രിക് കറന്റ് കണ്ടക്ട് ചെയ്യുന്നില്ല. അതാണ് ഈ നോൺ ഇലക്ട്രോലൈസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡിസ്റ്റിൽഡ് വാട്ടർ. നമുക്കറിയാം, ഡിസ്റ്റിൽഡ് വാട്ടർ അറിയാം, നമ്മുടെ ബാറ്ററിയിലൊക്കെ ഒഴിക്കുന്നതാണ് ഡിസ്റ്റിൽഡ് വാട്ടർ. പിന്നെ കെറോസിൻ, ഓയില്, പെട്രോള്, ആൽക്കഹോൾ, ബെൻസീൻ, ക്ലോറോഫോം എന്നിവ ഉദാഹരണങ്ങളാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോലൈസിസ്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോലൈസിസ്? ഇലക്ട്രോലൈസിസിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? അതിനെക്കുറിച്ച് ഞാനൊന്ന് ഒരു പോയിന്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോലൈസിസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ദാറ്റ് initiates
കെമിക്കൽ ചേഞ്ചസ് ഇൻ ആൻ അക്യൂസ് സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്യൂസ് സൊല്യൂഷനിലെ ഒരു ഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് ആൻ അയോണിക് കോമ്പൗണ്ടിനെ കൂട്ടുകയോ ഇലക്ട്രിക് കറന്റ് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രാഥമിക ചേഞ്ചസ് അഥവാ ഇനിഷ്യൽ ചേഞ്ചിനെയാണ് ഇലക്ട്രോലൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇലക്ട്രോലൈസിസ് എന്ന് പറയുന്നത്? ഒരു അക്യൂസ് സൊല്യൂഷനിലോ ഒരു ഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് ആൻ അയോണിക് കോമ്പൗണ്ടിൽ കൂടെയോ ഇലക്ട്രിക് കറന്റ് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രാഥമിക ചേഞ്ചസ് അഥവാ ഇനിഷ്യൽ ചേഞ്ചിനെയാണ് ഇലക്ട്രോലൈസിസ് എന്ന് പറയുന്നത്. 1887 ഇത് ആർക്കിമിഡീസ് തിയറി ഓഫ് അയോണിക് ഡിസോസിയേഷൻ ഡെവലപ്പ് ചെയ്തു. അതിലൂടെ ഇലക്ട്രോലൈസിസിന്റെ ഫിനോമിനൻ വിശദീകരിച്ച് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് മോളിക്യൂൾസ് ഓഫ് ഇലക്ട്രോലൈറ്റ്സ് ആർ ഈക്വലി ചാർജ്ഡ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ആകുകയും പിന്നെ അതുകൊണ്ട് തന്നെ സൊല്യൂഷൻ ഇലക്ട്രിസിറ്റി ന്യൂട്രൽ ആകുകയും ചെയ്യുന്നു എന്നാണ് 1887 ആർക്കിമിഡീസ് തിയറി ഓഫ് അയോണിക് ഡിസോസിയേഷൻ ഡെവലപ്പ് ചെയ്ത് അതിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഒരു സൊല്യൂഷനിൽ ഉള്ള 2 ഇലക്ട്രോഡ്സ്, അതായത് ഒരു സൊല്യൂഷനിലുള്ള 2 ഇലക്ട്രോഡെ കണക്ട് ചെയ്യുമ്പോൾ പോസിറ്റീവ് അയോൺസ് എന്ത് ചെയ്യുന്നു? പോസിറ്റീവ് അയോൺസിനെ കാറ്റയോൺസ് എന്നും മറ്റേ ഇലക്ട്രോഡിനെ കാഥോഡ്സിനോടും നെഗറ്റീവ് അയോൺസും ആനയോൺസിനെ പോസിറ്റീവ് ഇലക്ട്രോഡ്സും ആനോഡ് ആയും അട്രാക്റ്റ് ചെയ്യും. അതായത് എന്തുവാണ് പറഞ്ഞിരിക്കുന്നത്? അതായത് ഒരു സൊല്യൂഷനിൽ ഉള്ള 2 ഇലക്ട്രോഡ്സ് ഒരു ബാറ്ററിയിൽ കണക്ട് ചെയ്യുമ്പോൾ, അതായത് ഒരു സൊല്യൂഷനിൽ ഉള്ള 2 ഇലക്ട്രോഡ്സ് ഒരു ബാറ്ററിയിൽ കണക്ട് ചെയ്യുമ്പോൾ പോസിറ്റീവ് അയോൺസും പിന്നെ അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ഇലക്ട്രോഡ്സിനോടും നെഗറ്റീവ് അയോൺസിനോടും പോസിറ്റീവ് ഇലക്ട്രോഡ്സ് ആയും അട്രാക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ബോത്ത് ഡയറക്ഷനിൽ അയോൺസിന്റെ മൂവ്മെന്റ് മൂലം ഇലക്ട്രിക് കറന്റ് സൊല്യൂഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെ റെസ്പെക്റ്റീവ് ഇലക്ട്രോഡ്സിൽ അയോൺസ് അതിൻ്റെ ചേഞ്ചസ് ഡിപ്പോസിറ്റ് ചെയ്യുകയോ ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്ത് കെമിക്കൽ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിനെയാണ് ഇലക്ട്രോലൈസിസ് ഫിനോമിൻ എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതാണ്. പിന്നെ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോലൈസിസ് ക്യാരിഡ് ഔട്ട് ചെയ്യുന്ന ഉപകരണത്തിന് വോൾട്ടോമീറ്റർ എന്ന് പറയും. അതായത് ഈ ഇലക്ട്രോലൈസിസ് എന്ന് പറയുന്ന ഇതിനെ ക്യാരിഡ് ഔട്ട് ചെയ്യുന്ന ഉപകരണത്തിന്, അത് ഈ ക്യാരിഡ് ഔട്ട് ചെയ്യുന്ന ഈ എക്യുപ്മെന്റിനെ അല്ലെ അതിൻ്റെ ഇൻസ്ട്രുമെന്റിന് പറയുന്ന പേരാണ് വോൾട്ട് മീറ്റർ. ഇതിന് ഒരു ഗ്ലാസ് വെസൽ ഉണ്ട്. അതായത് ഈ വോൾട്ട് മീറ്ററിന് ഒരു ഗ്ലാസ് വെസൽ ഉണ്ട്. ഇതിലെ ഇലക്ട്രോലൈറ്റും പിന്നെ അതുകൂട്ട് തന്നെ മെറ്റൽ പ്ലേറ്റ്സും ഉണ്ട്. ഉദാഹരണമായി ഒരു കോപ്പർ വോൾട്ടിമീറ്റർ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ അടങ്ങിയ ഒരു ഇലക്ട്രോലൈറ്റും ഇലക്ട്രോഡുമായി 2 കോപ്പർ പ്ലേറ്റ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇലക്ട്രോലൈസിസ് ക്യാരിഡ് ഔട്ട് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് വോൾട്ടിമീറ്റർ എന്ന് പറയുന്നത്. ഇതിന് ഒരു ഗ്ലാസ് വെസൽ ഉണ്ട്. ഇതിലെ ഇലക്ട്രോലൈറ്റും 2 മെറ്റൽ പ്ലേറ്റ്സും ഉണ്ട്. ഉദാഹരണമായി ഒരു കോപ്പർ വോൾട്ടിമീറ്റർ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ അടങ്ങിയ ഒരു ഇലക്ട്രോഡും ആയി 2 പ്ലേറ്റും ഇതിന് ഉണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കറന്റ് പാസ് ചെയ്യുമ്പോൾ കാഥോഡിൽ കോപ്പർ ഡിപ്പോസിറ്റ് ചെയ്യുകയും ആനോഡിൽ നിന്ന് റിമൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതിൽ കറന്റ് പാസ് ചെയ്യുമ്പോൾ, അതായത് ഇതിലൂടെ കറന്റ് കടത്തി വിടുമ്പോൾ കാഥോഡിൽ
കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യും. അതായത് കറണ്ട് കടത്തി വിടുമ്പോൾ ഇതിൽ കാഥോഡിൽ കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യുകയും ആനോഡിൽ നിന്ന് റിമൂവ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അതാണ് ഇതിൽ സംഭവിക്കുന്നത്. പിന്നെ അടുത്തത് നമുക്ക് ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത് ടേംസ് അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രോലൈസിസ്. അതെന്നാണെന്ന് നമുക്ക് നോക്കാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫോളോയിങ് ടേംസ് ആർ അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രോലൈസിസ്. അപ്പോൾ എന്താണ് ടേംസ് അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രോലൈസിസ്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അയോൺസ് ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺസ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ചാർജുള്ള ഒരു പാർട്ടിക്കിളാണ് അയൺസ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഡിസോസിയേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ഇൻ എ ഫ്യൂസ്ഡ് എന്തുവാണ് ഇലക്ട്രോലൈറ്റ് ഇൻ എ ഫ്യൂസ്ഡ് സ്റ്റേറ്റിലും അക്യൂസ് സൊല്യൂഷനിലും രൂപപ്പെടുന്ന ഇതിനെ അയോൺസ് എന്ന് പറയുന്നു. അപ്പോൾ അയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിളിൽ ഡിസോസിയേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ഇൻ ഫ്യൂസ്ഡ് സ്റ്റേറ്റിലും അക്യൂസ് സൊല്യൂഷനിലും രൂപപ്പെടുന്നതിനെയാണ് അയോൺസ് എന്ന് പറയുന്നത്. അതാണ് അയോൺസ്. പിന്നെ അടുത്തതായിട്ട് അതിൻ്റെ കൂടെ വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റയോൺസ് എന്ന് പറയുന്നതാണ്. കാറ്റയോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആണ്. ഇത് നെഗറ്റീവ് ചാർജ്ഡ് ഇലക്ട്രോഡ്സും കാഥോഡ്സിലേക്ക് നീങ്ങുകയും ന്യൂട്രൽ ആറ്റംസ് ഈ ഡിസ്ചാർജ് ആയ അയോൺസ് ഇലക്ട്രോഡിനെ സ്വീകരിച്ച് ന്യൂട്രൽ ആറ്റം രൂപപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ എന്തുവാണ് കാറ്റയോൺസ് എന്ന് പറയുന്നത് ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആണ്. അതായത് ഈ കാറ്റയോൺസ് എന്ന് പറയുന്ന ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആണ്. ഇത് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസും കാഥോഡിലേക്ക് നീങ്ങുകയും പിന്നെ അതുകൊണ്ട് തന്നെ എന്തുവാണ് ഇത് ഡിസ്ചാർജ് ആയ അയോൺസ് ഇലക്ട്രോൺസിനെ സ്വീകരിച്ച് എന്ത് ചെയ്യുന്നു ന്യൂക്ലിയർ ആറ്റം രൂപീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അതാണ് കാറ്റയോൺസ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് ആനയോൺസ് എന്നാ നോക്കാം. ആനയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആണ്. ഇത് പോസിറ്റീവ് ചാർജ് ഇലക്ട്രോഡ്സ് ആനോഡ്സിലേക്ക് നീങ്ങുകയും ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്ത് ന്യൂട്രൽ ആറ്റം രൂപപ്പെടുകയും ചെയ്യുന്നു. അതാണ് ആനയോൺസ് പറയുന്നത്. അതായത് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആണ് ഇത് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആണ്. ഇത് പോസിറ്റീവ് ചാർജ്ഡ് ഇലക്ട്രോഡ്സ് ആനോഡ്സിലേക്ക് നീങ്ങുകയും ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്ത് ന്യൂട്രൽ ആറ്റംസ് രൂപപ്പെടുകയും ചെയ്യുന്നു. അതാണ് ആനയോൺസ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോഡ്സ്. എന്താണ് ഇലക്ട്രോഡ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇലക്ട്രോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോലൈസിസ് നടക്കുമ്പോൾ കറണ്ട് കയറി ഇറങ്ങുന്ന മെറ്റൽ പ്ലേറ്റിനെയും റോഡിനെയുമാണ് ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത് എന്താണ് ഇലക്ട്രോലൈസിസ് നടക്കുമ്പോൾ കറണ്ട് ഇറങ്ങുന്ന അതായത് കറണ്ട് കടന്നു പോകുന്ന പ്ലേറ്റിനെയും റോഡിനെയുമാണ് ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. അതാണ് ഇലക്ട്രോഡ്സ്. പിന്നെ അടുത്തത് കാഥോഡ്സ് എന്നാ നോക്കാം. കാഥോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലായി കണക്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോഡിനെയാണ് കാഥോഡ് എന്ന് പറയുന്നത്. അപ്പം കാഥോഡ് എന്ന് പറയുന്നത് എന്തുവാണ് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോഡിനെയാണ്. അത് നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോഡിനെയാണ് കാഥോഡ് എന്ന് പറയുന്നത്. ഇത് കാറ്റയോൺസ് അഥവാ പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ അട്രാക്റ്റ് ചെയ്യുന്നു. ഇത്
കാറ്റയോൺസ് അഥവാ പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾസിനെ അട്രാക്റ്റ് ചെയ്യുന്നു. ഇത് ഇലക്ട്രോൺ ഡോണർ ആണ്. അതായത് ഇത് ഇലക്ട്രോൺ ഡോണർ ആണ്. ഇത് ഇലക്ട്രോൺ റിച്ചായി പ്രവർത്തിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇലക്ട്രോൺ ഡോണർ ആയിട്ടാണ് ഇത് ഇലക്ട്രോൺ ഡോണറായിട്ടാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. അതിനെയാണ് കാഥോഡ്സ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഇതിലെ ആനോഡ് എന്നാന്ന് നോക്കാം. ആനോഡ് അതായത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോഡ്സിനെയാണ് ആനോഡ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോഡിനെ, അതായത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോഡിനെയാണ് ആനോഡ് എന്ന് പറയുന്നത്. ഇത് ആനയോൺസ് അഥവാ നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ അട്രാക്റ്റ് ചെയ്യുന്നു. ഇത് ആനയോൺസ് അഥവാ ആനയോൺസ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ അട്രാക്റ്റ് ചെയ്യുന്നു. ഇത് ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആണ്. അതാണ് ആനോഡ് എന്ന് പറയുന്നത്. നമുക്ക് ഇനി അടുത്തത് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോലൈസിസ്. ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോലൈസിസ് എന്നാണ് നമുക്ക് നോക്കാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രിൻസിപ്പിൾ ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോലൈസിസ് ആർ ഫോളോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോപ്ലേറ്റിങ്, അതായത് ഇതിൻ്റെ ആപ്ലിക്കേഷനിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഇലക്ട്രോപ്ലേറ്റിങ്, ക്രോമിയം പ്ലേറ്റിങ്, സിങ്ക് പ്ലേറ്റിങ്, ഇലക്ട്രോപ്ലേറ്റിംഗ്, ഇലക്ട്രോ ടൈപ്പിങ്, പിന്നെ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം ഓർസ്, പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസ്, മാനുഫാക്ചറിങ് ഓഫ് കെമിക്കൽസ് എന്നിങ്ങനെയാണ് അതിനെ തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോലൈസിസ്. അതിലെ ആദ്യത്തേത് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത് ഇതിലെ ഒരു സുപ്പീരിയർ മെറ്റലിൻ്റെ ലെയർ ഒരു ഇൻറ്റീരിയർ മെറ്റലിന് പൂശുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു സുപ്പീരിയർ ആയിട്ടുള്ള ഒരു മെറ്റൽ അതിൻ്റെ തിൻ ലെയറിൽ, അതിൻ്റെ നേർത്ത ലെയറിൽ ഒരു ഇൻറ്റീരിയർ മെറ്റലിനെ പൂശുന്നു. അതായത് ഇൻറ്റീരിയർ മെറ്റലായിട്ട് അതിനെ കോട്ട് ചെയ്യുന്നു. സിൽവർ കോട്ടിംഗ് കോപ്പർ വെസലിലും, അതായത് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽവർ കോട്ടിംഗ് കോപ്പർ വെസലിലും ഗോൾഡ് കോട്ടിംഗ് സിൽവർ ഓർണമെൻറ്റ്സിലും പൂശുന്നതിന് ഇത് ഉദാഹരണങ്ങളാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സിൽവർ കോട്ടിങ്ങിലും കോപ്പർ വെസലിലും ഗോൾഡ് കോട്ടിങ്ങിലും സിൽവർ ഓർണമെൻറ്റ്സിലുമാണ് ഇത് കൂടുതലായിട്ടും കോട്ട് ചെയ്യുന്നത്. പിന്നെ ഇതുമൂലം തുരുമ്പിൽ നിന്നും പ്രകൃതി വ്യത്യാസം മൂലം ഉണ്ടാകി ഇരുമ്പിൽ നിന്നും പ്രകൃതി വ്യതിയാനം മൂലം ഉണ്ടാകുന്ന ചേഞ്ചിൽ നിന്നും വസ്തുക്കളെ രക്ഷിക്കുന്നു. അതായത് ഈ ഇരുമ്പിൽ നിന്നും, അതായത് ഈ മെറ്റൽസ് ഇരുമ്പിൽ നിന്നും പ്രകൃതി വ്യതിയാനം മൂലം ഉണ്ടാകുന്ന ചേഞ്ചിൽ നിന്നും ഈ വസ്തുക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനുള്ള കഴിവുണ്ട് ഈ മെറ്റലിന്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രോപ്ലേറ്റിംഗ് മൂലം ഓരോ ലോഹങ്ങൾക്കും ഷൈനി അപ്പിയറൻസ് ലഭിക്കുന്നു. അതായത് നമ്മളെ ഈ സ്വർണത്തിനൊക്കെ നല്ല തിളക്കവും കാര്യങ്ങളും വരാനായിട്ട് എന്തോ ചെയ്യുന്നത്, ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുന്നത് മൂലമാണ് അത് കൂടുതൽ ഭംഗിയായിട്ട് ഇരിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സിൽ കംപ്ലീറ്റഡ് ആകുന്നത് വോൾട്ട്മീറ്ററിലുള്ള ഈ പ്രോസസ്സിൽ, അതായത് ഈ പ്രോസസ്സിൽ കംപ്ലീറ്റഡ് ആകുന്നത്, ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത് വോൾട്ട്മീറ്ററിലുള്ള സ്യൂട്ടബിൾ മെറ്റലിൻ്റെ സൊല്യൂഷൻ മൂലമാണ്. അതായത് ഈ പ്രോസസ്സിൽ കംപ്ലീറ്റ് ആകുന്നത് വോൾട്ട്മീറ്ററിലുള്ള സ്യൂട്ടബിൾ മെറ്റലിൻ്റെ സൊല്യൂഷൻ മൂലമാണ്. ഉദാഹരണമായി ഇതിൽ പറയുന്നത് ഇലക്ട്രോപ്ലേറ്റിംഗ് ഓഫ് സിൽവർ, പിന്നെ അതുകൊണ്ട് തന്നെ ഇതിലെ സിൽവർ സയനൈഡ് ഇലക്ട്രോലൈറ്റായി യൂസ് ചെയ്യുന്നു. അപ്പം ഇത് എന്തുവാണ്, ഇതിൻ്റെ ഉദാഹരണമായിട്ട് അത് ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുന്നു ഓഫ് സിൽവർ, ഇതിലെ സിൽവർ സയനൈഡ് ഇലക്ട്രോലൈറ്റായി യൂസ് ചെയ്യുന്നു.
അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ ഇത് പ്ലേറ്റ് ചെയ്യേണ്ട ആർട്ടിക്കിൾ നന്നായി ക്ലീൻ ചെയ്ത് കുറച്ച് സമയത്തേക്ക് കാസ്റ്റിക് സോഡയിൽ മുക്കി വെക്കുന്നു. അപ്പോൾ ഇത് എന്താ ചെയ്യുന്നത്, ഇതിന് ഇലക്ട്രോലൈറ്റായി യൂസ് ചെയ്യുന്ന ഇത് പ്ലേറ്റ് ചെയ്യേണ്ട ആർട്ടിക്കിൾ, അതായത് നമ്മൾ പ്ലേറ്റ് ചെയ്യാൻ പോകുന്ന ഈ വസ്തു നന്നായിട്ട് ക്ലീൻ ചെയ്യും. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് സമയത്തേക്ക് കാസ്റ്റിക് സോഡയിൽ മുക്കി വയ്ക്കുന്നു. അപ്പോൾ ഇതിലെ അഴുക്ക് ഗ്രീസ് അതുകൂട്ടുള്ള ഐറ്റംസ് എല്ലാം പൂർണ്ണമായി മാറുന്നു. അതിനുശേഷം ഇതിൽ സിൽവർ പ്ലേറ്റ് ആനോഡുമായി ഏതു വസ്തുവാണോ പ്ലേറ്റ് ചെയ്യുന്നത് അത് കാഥോഡായും പ്രവർത്തിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ സിൽവർ പ്ലേറ്റിലെ ആനോഡായും ഏതു വസ്തുവാണോ പ്ലേറ്റ് ചെയ്യേണ്ടത് അത് കാഥോഡായും പ്രവർത്തിക്കുന്നു. അതാണ് ഈ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. കാഥോഡായും പ്രവർത്തിക്കുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ വേറെ എന്തോ പറയുന്നത്, ഇലക്ട്രോഡ്സിൽ ലോ വോൾട്ടേജ് ഓഫ് DC വോൾട്ടേജ് കടത്തിവിടുമ്പോൾ എന്തുവാ സംഭവിക്കുന്നത്, സിൽവർ ഓഫ് ഇലക്ട്രോലൈറ്റ്സ് ഈ ആർട്ടിക്കിൾസിൽ ഡിപ്പോസിറ്റ് ചെയ്തു തുടങ്ങുന്നു. അപ്പോൾ എന്തുവാണ് പറയുന്നത്, ഈ ഇലക്ട്രോലൈസിസിൽ ലോ വോൾട്ടേജ് ഓഫ് DC വോൾട്ടേജ് കടത്തിവിടുമ്പോൾ, അതായത് ലോ വോൾട്ടേജിലുള്ള DC വോൾട്ടേജ് കടത്തിവിടുമ്പോൾ സിൽവർ ഓഫ് ഇലക്ട്രോലൈസിസ് ഈ ആർട്ടിക്കിൾസിൽ ഡിപ്പോസിറ്റ് ചെയ്ത് തുടങ്ങുന്നു. എന്നാൽ ആനോഡ് സൊല്യൂഷനിൽ നഷ്ടപ്പെടുന്ന സിൽവർ അയണിനെ ബാലൻസ് ചെയ്യുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ അതിൻ്റെ ലാസ്റ്റ് പോയിൻ്റായിട്ട് വരുന്നത് എന്താണ്, സൊല്യൂഷനിൽ ഉള്ള സിൽവറിൻ്റെ ക്വാണ്ടിറ്റി തന്നെയായിരിക്കും. അതായത് സൊല്യൂഷനിലുള്ള സിൽവറിൻ്റെ ക്വാണ്ടിറ്റി തന്നെയായിരിക്കും പ്ലേറ്റ് ചെയ്ത വസ്തുവിൻ്റെ സിൽവറിൻ്റെ എമൗണ്ട്. അപ്പോൾ ഇതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, സൊല്യൂഷനിലുള്ള സിൽവറിൻ്റെ ക്വാണ്ടിറ്റി തന്നെയായിരിക്കും പ്ലേറ്റ് ചെയ്ത വസ്തുവിൻ്റെ സിൽവറിൻ്റെ എമൗണ്ട്. അതാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്ന ഭാഗം. പിന്നെ അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്തതെന്ന് പറയുന്നത് ക്രോമിയം പ്ലേറ്റിംഗ്. എന്താണ് ക്രോമിയം പ്ലേറ്റിംഗ്? അതിനെക്കുറിച്ച് ഞാനൊന്ന് പറയാം. ക്രോമിയം കോട്ടിംഗ് ചെയ്യുമ്പോൾ ചെറിയ പോർസ് ഉണ്ടാകുകയും അത് ക്രാക്സ് വീഴാൻ തുടങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ്, ക്രോമിയം കോട്ടിംഗ് ചെയ്യുമ്പോൾ ചെറിയ പോർസ് ഉണ്ടാകുകയും അതിലെ ചെറിയ പാടുകൾ ഒക്കെ വീഴാനായിട്ട് ക്രാക്സ് വീഴാൻ തുടങ്ങുകയും ചെയ്യുന്നു. അതുകൊണ്ട് ക്രോമിയം പ്ലേറ്റിങ് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ക്രോമിയം പ്ലേറ്റിങ് ഈ സ്ക്രാച്ച് ഒക്കെ വീഴുന്നതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ ഇതിലെ ക്രോമിക് ആസിഡും ക്രോമിക് സൾഫേറ്റും ഇലക്ട്രിക്കലായി യൂസ് ചെയ്യുന്നു. അപ്പം ഇതിലെ ക്രോമിക് ആസിഡും ക്രോമിക് സൾഫേറ്റും ഇലക്ട്രിക്കൽ ആയിട്ട് യൂസ് ചെയ്യുന്നു. ഇതിലെ ആനോഡിനെ ലെഡ് ആസിഡ് എന്ന് പറയുന്നത് 8%. അതായത് ഈ ആസിഡും ക്രോമിക് സൾഫേറ്റും ഇലക്ട്രിക്കലായി യൂസ് ചെയ്യുന്നു. അപ്പം ഇതിലെ ആനോഡിൽ ലെഡ് എത്ര പെർസെൻറ്റേജ് ആണ്, 8% ലെഡും ആൻറ്റിമണിയും ഉണ്ട്. ലെഡ് എന്ന് പറയുന്നത് 8%, 8% ആൻറ്റിമണിയും, ഇത് രണ്ടും 8% വെച്ച് ഉണ്ട്. ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കട്ടിയായ ഇരുമ്പിനെ ചെറുക്കുന്ന ഒരു ഫിലിം ഉണ്ടാകുന്നു. ഇത് വളരെ അട്രാക്റ്റീവും ബ്രൈറ്റ് അപ്പിയറൻസും ഉള്ളതാണ്. അപ്പോൾ എന്തുവാണ്, ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്, 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കട്ടിയായ ഇരുമ്പിന്, അതായത് നല്ല ഹാർഡായിട്ടുള്ള ഒരു അയൺ പീസിനെ, കട്ടിയായിട്ടുള്ള ഇരുമ്പിനെ നമ്മൾ അതിൽ ചേർക്കുന്ന ഒരു ഫിലിം ഉണ്ടാകും. അതിനെ പ്രതിരോധിക്കുന്ന ഒരു ഇതുണ്ടാകുന്നു, ഒരു ഫിലിം ഉണ്ടാകുന്നു. ഇത് വളരെ അട്രാക്റ്റീവ് ബ്രൈറ്റ് അപ്പിയറൻസ് ഉള്ളതാണ്. ഇത് വളരെ ആകർഷണമുള്ള ഒരു അപ്പിയറൻസ് ഉള്ളതാണ് എന്നാണ് പറയുന്നത്.
പിന്നെ അതുകൊണ്ട് തന്നെ അടുത്ത പോയിന്റ് എന്താണ്, ഇത് അറ്റ്മോസ്ഫിയബിലിറ്റി ഇൻഡസ്ട്രിയിലും പിന്നെ എന്താണ് ഇത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലും സാനിറ്ററി ഫിറ്റിങ്ങിലും ഉപയോഗിക്കുന്നു. അപ്പം ഇത് പിന്നെ വേറെ ഉപയോഗിക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലും പിന്നെ എവിടാണ് സാനിറ്ററി ഫിറ്റിങ്ങിലുമാണ് ഉപയോഗിക്കുന്നത്. അതാണ് ക്രോമിയം പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തത് സിങ്ക് പ്ലേറ്റിംഗ്. സിങ്ക് പ്ലേറ്റിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. സിങ്ക് പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഇതിൽ സിങ്ക് മെറ്റലാണ് ഉപയോഗിക്കുന്നത്. സിങ്ക് പ്ലേറ്റിങ്ങിൽ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സിങ്ക് മെറ്റലാണ്. ഇതിൽ സിങ്ക് സൾഫേറ്റ്, സോഡിയം ക്ലോറൈഡ് എന്നിവ ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്നു. അതായത് സിങ്ക് മെറ്റലിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്, സിങ്ക് സൾഫേറ്റും സോഡിയം ക്ലോറൈഡും. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് സിങ്ക് പ്ലേറ്റിങ്ങിൽ ഉപയോഗിക്കുന്നത്. പിന്നെ അതിൽ പിന്നെ വരുന്നത് ആൽക്കലൈൻ മീഡിയമായി സിങ്ക് ഓക്സൈഡും. ആൽക്കലൈൻ മീഡിയമായി സിങ്ക് ഓക്സൈഡും പിന്നെ അതുകൂട്ട് തന്നെ എന്താണ് വരുന്നത്, ഇലക്ട്രോലൈറ്റായി ഉപയോഗിക്കുന്നു. പിന്നെ ആൽക്കലൈൻ മീഡിയമായി സിങ്ക് ഓക്സൈഡും സോഡിയം സയനൈഡും യൂസ് ചെയ്യുന്നു. അപ്പം എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ആൽക്കലൈൻ മീഡിയം ആയി സിങ്ക് ഓക്സൈഡും സോഡിയം സയനൈഡുമാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ 30 ഡിഗ്രി ടു 40 ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതായത് 30 ഡിഗ്രി തൊട്ട് 40 ഡിഗ്രി വരെ ടെമ്പറേച്ചർ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിൻ്റെ പ്രോസസ്സിങ് നടത്തുന്നത്, ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സിങ് എന്ന് പറയുന്നത്, ഇതിൻ്റെ പ്രോസസ്സിങ് നടത്തുന്നത് ഇത് എന്ത് ചെയ്യുന്നില്ല, ഇതിൻ്റെ പ്രോസസ്സിങ് എന്ന് പറയുന്നത് ഇത് ഈ ഇരുമ്പ് ലോഹങ്ങളിൽ, അതായത് ഇത് ഇരുമ്പ് ലോഹങ്ങളിൽ തുരുമ്പ് ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്നു. അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരുമ്പ് ലോഹങ്ങളിൽ തുരുമ്പ് ഉണ്ടാകാതിരിക്കാനായിട്ട് ഈ മെറ്റൽ സഹായിക്കുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോ ടൈപ്പിംഗ്. ഇലക്ട്രോ ടൈപ്പിംഗ് എന്താണെന്ന് നോക്കാം. ഇലക്ട്രോ ടൈപ്പിംഗ് എന്നാണ് ഇത് ഓർഡിനറി പ്രിന്റിങ്ങിൽ ആണ് ഉപയോഗിക്കുന്നത്. ഈ മെറ്റൽ ഇലക്ട്രോ ടൈപ്പിംഗ് എന്ന് പറയുന്നത് ഇത് ഓർഡിനറി പ്രിന്റിങ്ങിലാണ് ഉപയോഗിക്കുന്നത്. ഇതിലെ മെറ്റാലിക് ടൈപ്പ് കമ്പോസ് ചെയ്തിരിക്കുന്ന ഒരു എക്സാക്റ്റ് പേജ് കമ്പോസ് ചെയ്യാൻ സാധിക്കുന്നു. ഇതിൽ ഇംപ്രഷൻ ഓഫ് ദി പേജ് ഈസ് ഫസ്റ്റ് ഒബ്റ്റൈൻഡ് എ ഷീറ്റ് ഓഫ് വാക്സ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓർഡിനറി പ്രിന്റിങ്ങിലാണ് ഉപയോഗിക്കുന്നത്. അതായത് ഓർഡിനറി ആയിട്ട് പ്രിന്റ് ചെയ്യുന്നിടത്താണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിലെ മെറ്റാലിക് ടൈപ്പ് കമ്പോസ് ചെയ്തിരിക്കുന്നു. ഒരു മെറ്റാലിക് ടൈപ്പ് ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു മെറ്റാലിക് ടൈപ്പ് ഇതിലെ കമ്പോസ് ചെയ്തിരിക്കുന്നു. ഒരു എക്സ്ട്രാക്റ്റ് പേജ് കമ്പോസ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പം ഇതിനെ ഒരു എക്സാക്റ്റ് പേജ് എന്ന് പറയുന്നത് ഇതിനെ കമ്പോസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇതിൽ ഇംപ്രഷൻ ഓഫ് ദി പേജ് ഈസ് ഫസ്റ്റ് ഒബ്റ്റൈൻഡ് എ ഷീറ്റ് ഓഫ് വാക്സ് ആണ്. അപ്പം അതായത് ഇതിൽ ഇംപ്രഷൻ ചെയ്യാൻ, ഇത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ഇംപ്രഷൻ കിട്ടാനായിട്ട് എന്തുവാണ് ചെയ്തത്, ഇംപ്രഷൻ ഓഫ് ടൈപ്പ് പേജ് ഈസ് ഫസ്റ്റ് ഒബ്റ്റൈൻഡ് എ ഷീറ്റ് ഓഫ് വാക്സ്. അപ്പം ഒരു ഷീറ്റ്, അതിൻ്റെ ഷീറ്റിൻ്റെ ഒരു ലെയറായിട്ടാണ് ഇത് ഒബ്റ്റൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ ഇത് പിന്നീട് ഗ്രാഫൈറ്റ് പൗഡറെ കോട്ട് ചെയ്യുന്നു. ഇത് പിന്നീട് ഗ്രാഫൈറ്റ് പൗഡറായിട്ട് കോട്ട് ചെയ്യുന്നു. ഇത് പിന്നീട് നമ്മൾ ഗ്രാഫൈറ്റ് പൗഡറായിട്ട് കോട്ട് ചെയ്യുന്നു. ഇത് കണ്ടക്റ്റിങ്ങിനെ സഹായിക്കുന്നു. ഇത് വോൾട്ടിമീറ്ററിലെ കാഥോഡായിട്ട്
പ്രവർത്തിക്കുന്നു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടക്ട് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. ഇത് വോൾട്ട് മീറ്ററിലെ കാഥോഡായിട്ട് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഒരു തിൻ ലെയർ ഓഫ് കോപ്പർ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഇത് വോൾട്ടിമീറ്ററിലെ കാഥോഡായിട്ട് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഒരു തിൻ ലെയർ കോപ്പറായിട്ട് ഇത് ഡിപ്പോസിറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ് വാക്സ് റിമൂവ് ചെയ്യും. അപ്പം ഇത് ഒരു തിൻ ലെയർ കോപ്പറായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനുശേഷം വാക്സ് റിമൂവ് ചെയ്യുന്നു. അങ്ങനെ ഒരു എക്സാക്റ്റ് മെറ്റാലിക് പേജ് ഉണ്ടാകും. അങ്ങനെയാണ് ഒരു എക്സാക്റ്റ് മെറ്റാലിക് പേജ് ഉണ്ടാകുന്നത്. ഇതിനെയാണ് എന്തോ പറയുന്നത് ഇലക്ട്രോ ടൈപ്പിംഗ് എന്ന് പറയുന്നത്. അടുത്തത് അഞ്ചാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഓർ ഓഫ് ദി മെറ്റൽ, അതായത് ഇതിൻ്റെ ഓർ എന്ന് പറയുന്ന മെറ്റല് ആനോഡായും പിന്നെ സ്ട്രിപ്പ് ഓഫ് പ്യുവർ മെറ്റൽ എന്ന് പറയുന്നത് കാഥോഡായും ആക്ട് ചെയ്യുന്നു. അതായത് ഇതിലെ ഓർ എന്ന് പറയുന്നത് മെറ്റല് ആനോഡായും സ്ട്രിപ്പ് ഓഫ് പ്യുവർ മെറ്റൽ എന്ന് പറയുന്നത് കാഥോഡായും ആക്ട് ചെയ്യുന്നു. ഇതിൻ്റെ സെയിം മെറ്റൽസിൻ്റെ സാൾട്ട് സൊല്യൂഷൻ ഇലക്ട്രോലൈറ്റായും പ്രവർത്തിക്കുന്നു. അപ്പം പിന്നെ എന്താണ് ഇത് സെയിം മെറ്റലിൻ്റെ സാൾട്ട് സൊല്യൂഷൻ ഇലക്ട്രോലൈറ്റായിട്ടും പ്രവർത്തിക്കുന്നു. ത്രൂ എ ഇലക്ട്രോലൈസ് മെറ്റൽസ് ഓറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെടുകയും അത് പ്യുവർ മെറ്റലിൻ്റെ ഡെപ്പോസിറ്റ് ചെയ്യാനും അലൂമിനിയം ശുദ്ധിയാക്കാനും അപ്പോൾ എന്തൊക്കെയാണ് ഇതിലെ ഓർ ഓഫ് ദി മെറ്റൽ ആനോഡായും സ്ട്രിപ്പ് ഓഫ് പ്യുവർ മെറ്റൽ കാഥോഡായും സെയിം മെറ്റലിൻ്റെ സോൾട്ട് സൊല്യൂഷൻ ഇലക്ട്രോ ടൈപ്പായും പ്രവർത്തിക്കുന്നു. ത്രൂ ദ ഇലക്ട്രോലൈസ് മെറ്റൽ ഓറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെടുകയും അത് പ്യുവർ മെറ്റലിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയും അലൂമിനിയം ശുദ്ധീകരിക്കുകയും ചെയ്യുന്നതിന് ഈ രീതി മൂലമാണ്. ഇങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഉണ്ടാക്കുന്നത്. അടുത്തത് ആറാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ നോക്കാം. ഇതിൽ ആനോഡ് ഇംപ്യൂർ മെറ്റലായും കാഥോഡ് തിൻ അപ്പോൾ എന്നാണ് പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസ്. അതായത് പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസിൽ ഇതിൽ ആനോഡ് ഇംപ്യൂർ മെറ്റലായും കാഥോഡ് തിൻ സ്ട്രിപ്പ് ഓഫ് പ്യുവർ മെറ്റലും ആണ് ഇതിൽ. അപ്പം ഇതിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസ് വരുന്നത് ഇതിൽ ആനോഡ് ഇംപ്യൂർ മെറ്റലായും കാഥോഡ് തിൻ സ്ട്രിപ്പ് ഓഫ് പ്യുവർ മെറ്റലും ആണ്. പിന്നെ അതുകൊണ്ട് തന്നെ അടുത്തത് പറഞ്ഞിരിക്കുന്ന അടുത്ത പോയിന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. വെൻ ദ കറന്റ് ഈസ് പാസ്ഡ് ത്രൂ ദ ഇലക്ട്രോലൈറ്റ് പ്യുവർ മെറ്റൽ ഫ്രം ആനോഡ് ഈസ് ട്രാൻസ്ഫേർഡ് ടു കാഥോഡ്. അപ്പോൾ അടുത്തത് എന്തോ പറഞ്ഞിരിക്കുന്നത് വെൻ ദ കറന്റ് ഈസ് പാസ്ഡ്, അതായത് കറണ്ട് കടന്നു പോകുമ്പോൾ ത്രൂ ഇലക്ട്രോലൈറ്റ് പ്യുവർ മെറ്റൽ, അതായത് നല്ല പ്യുവറായിട്ടുള്ള വേറെ ഒന്നും മായമില്ലാത്ത പ്യുവർ മെറ്റലിൽ ഫ്രം ആനോഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ്. അപ്പോൾ ആനോഡ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്യുന്നു ടു കാഥോഡ്. എങ്ങോട്ടാണ്? കാഥോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ പ്യുവർ മെറ്റലിൻ്റെ ഒരു ബ്ലോക്ക് കാഥോഡിൽ രൂപപ്പെടുന്നു. ഈ മെത്തേഡ് ആണ് ഇലക്ട്രിക്കൽ അപ്ലയൻസിലും യൂസ് ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മളിപ്പം പഠിച്ച പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ഏഴാമത്തെ ലാസ്റ്റ് വേണമെന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. മാനുഫാക്ചറിങ് ഓഫ് കെമിക്കൽ ഓഫ് അതായത് മാനുഫാക്ചറിങ് ഓഫ് കെമിക്കൽസ് എന്താണെന്നാണ് അടുത്തത് പഠിക്കാനുള്ളത്. മാനുഫാക്ചറിങ് ഓഫ് കെമിക്കൽ അതെന്നാണെന്ന് നോക്കാം.
അപ്പം അതിൻ്റെ ഇതിൽ വരുന്ന എന്നാക്കിയാണ് നമുക്ക് കോസ്റ്റിക് സോഡ ഈസ് മാനുഫാക്ചേർഡ് ബൈ ഇലക്ട്രോലൈസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ്സ്. അപ്പം കോസ്റ്റിക് സോഡ ഈസ് എന്തുവാണ്? കോസ്റ്റിക് സോഡ ഈസ് മാനുഫാക്ചേർഡ് ബൈ ദി ഇലക്ട്രോലൈസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ്. അപ്പം ഈ കോസ്റ്റിക് സോഡയാണ് ഇത് ഉണ്ടാക്കുകയും ഇത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന കോസ്റ്റിക് സോഡയാണ് ഈ മാനുഫാക്ചറിങ് ഓഫ് കെമിക്കൽസിലെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കോസ്റ്റിക് സോഡയാണ്. സോഡിയം ക്ലോറൈഡ് ഓഫ് ഇലക്ട്രോലൈസിസ്, അതായത് ഈ കോസ്റ്റിക് സോഡ ഈസ് മാനുഫാക്ചേർഡ് ബൈ ദി ഇലക്ട്രോലൈസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ്. അതാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ കോമ്പൗണ്ട് അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അതായത് കെമിക്കൽ കോമ്പൗണ്ട്, അതായത് ചെറിയ കെമിക്കൽ കോമ്പൗണ്ട് അനലൈസ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കുന്നു. ഇൻ മെഡിക്കൽ ഫീൽഡ്, ഇത് മെഡിക്കൽ ഫീൽഡിൽ ലോക്കൽ അനസ്തേഷ്യ, അതായത് നമ്മുടെ ഈ മെഡിക്കൽ ഫീൽഡിൽ ലോക്കലായിട്ട് അനസ്തേഷ്യ കൊടുക്കാനായിട്ട് ഇലക്ട്രോലൈസിസ് തിയറി ഉപയോഗിക്കുന്നു. അതായത് ലോക്കലായിട്ട് അനസ്തേഷ്യ കൊടുക്കാനായിട്ട് ഇലക്ട്രോലൈസിസ് തിയറിയാണ് ഉപയോഗിക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ ഇലക്ട്രിക് കപ്പാസിറ്റേഴ്സ് ആൻഡ് ഇലക്ട്രോലൈറ്റിക് റെക്ടിഫയേഴ്സും ഉപയോഗിക്കുന്നുണ്ട്. അതാണ് മാനുഫാക്ചറിങ് ഓഫ് കെമിക്കൽസ് എന്ന് പറയുന്ന ഭാഗം. ഇത് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം.